ശ്രീ എം എ ബേബി, ഒരു 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 പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയായി അതിന് നേതൃപരമായി പങ്കുവഹിച്ച ഒരു അനുഭവമുള്ള ആളാണല്ലോ. ഇത്രയധികം നുണകളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് താങ്കളുടെ അനുഭവത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വിഷയത്തെയാണ് ഞാൻ ഇതിനകത്തേക്ക് താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, UDF നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആവർത്തിച്ച് അസത്യ പ്രസ്താവനകൾ നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായ, അത് വസ്തുതാപരമായ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു സ്ഥിതി ശ്രീ VD സതീശൻ്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാക്കന്മാരുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. PT ചാക്കോ മുതലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. പിന്നെ EMS പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്, മറ്റൊരുപാട് പേരുണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവെന്നെല്ലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാകേണ്ട, രാഷ്ട്രീയ രംഗത്ത് വേണ്ട, ഒരു മനുഷ്യനാവുമ്പോൾ സത്യസന്ധനാകണമല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ സത്യസന്ധനാകണമെന്നിരിക്കെ സമൂഹത്തിൽ പലരും ഒരു മാതൃകയായിട്ട് നോക്കിക്കാണുന്ന തരത്തിൽ ഉയർന്നു വന്ന ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എപ്പോഴും പരിഗണിക്കപ്പെടുന്ന ആളാണ്. സ്പീക്കറുണ്ട്, പ്രോട്ടോക്കോൾ അനുസരിച്ച്, ഗവർണറുണ്ട് അതിനപ്പുറത്ത്. എന്നാലും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ്, ഇവർ രണ്ടുപേരും തമ്മിലാണ് സംവാദം. അല്ല, നിയമസഭയ്ക്കകത്ത് പോലും ആ പ്രിവിലേജ് ഉണ്ടല്ലോ. ആ പ്രിവിലേജ് ഉണ്ട്. അത്തരമൊരാൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഇനി വീട്ടിലൊക്കെ പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ സത്യം പറയണം എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ നാവ് വഴങ്ങാത്ത വിധം ഇദ്ദേഹം ഈ അസത്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പോവുകയല്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് ചോദിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പത്രസമ്മേളനത്തിലൊക്കെ ശ്രീ VD സതീശൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്ന മറുപടി, അദ്ദേഹം ഇന്നങ്ങനെ പറഞ്ഞു, നാളെ അദ്ദേഹം എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നോക്കിയതിന് ശേഷമേ നമ്മൾ അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുള്ളൂ എന്നാണ്. ഇതിപ്പോൾ കേരളമാകെ അംഗീകരിച്ച ഒരു വിഷയമായി, ലോകമെമ്പാടുമുള്ള മലയാളികൾ അംഗീകരിച്ച ഒരു വിഷയമായി മാറുന്നു. ചിലരെനിക്ക് ചില റീലുകൾ അയച്ചു തരുന്നു, മുകളിലും താഴെയുമായിട്ട് VD സതീശൻ പറയുന്ന VD സതീശൻ ഒരു സംഭാഷണം റീലിൻ്റെ മുകളിലുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഇതിന് നേരെ വിപരീതമായി അദ്ദേഹം ഒരാഴ്ച മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം വളരെ കൃത്യമായി വരികയാണ്. ഇപ്പം വളരെ പ്രസിദ്ധമായ ഒന്നാണ്, അത് നമുക്ക് ആരും നുണ പറയുന്നത് എനിക്ക് ദുഃഖമാണ്. കാര്യം സത്യത്തിൽ നിന്നകന്ന് ഒരു സത്യൻ എന്നൊരു പേരുണ്ട്, അസത്യൻ എന്ന പേര് ഇല്ല. അങ്ങനൊരു പേര് ഒരാൾക്ക് കിട്ടുന്ന അവസ്ഥ നമ്മുടെ സുഹൃത്തും പരിചയക്കാരനുമാകുമ്പോൾ നമുക്ക് ദുഃഖകരമാണ്. പക്ഷേ എൻ്റെ സുഹൃത്താണ് സഖാവ് ശിവൻകുട്ടി. സഖാവ് ശിവൻകുട്ടിയെക്കുറിച്ച് അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റ് മുമ്പിലോ എങ്ങാണ്ടുള്ള ഒരു സമരവേദിയിൽ അദ്ദേഹം പറയുകയാണ്, ഇവനെയൊക്കെ പോലുള്ള, അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അസംബ്ലിയിൽ പോയിട്ട് പറയുകയാണ് ഇവരെയൊക്കെ പോലുള്ള എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അപ്പം മിക്കവാറും എല്ലാ ചാനലുകളുടെ കയ്യിലും ഈ ഫുട്ടേജ് ഉണ്ട്. അപ്പം നിയമസഭയിൽ പോയി കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ഓഫ് പ്രിവിലേജാണ്. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. സഭയിൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അംഗങ്ങൾ. അത് പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എന്നുള്ളതില്ല. സഭയിൽ സത്യമേ പറയാൻ പാടുള്ളൂ. അസത്യം സഭയിൽ പറഞ്ഞു എന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്, ശാസിക്കപ്പെടാം, മറ്റു തരത്തിൽ കുറ്റം. അപ്പം ഈ നിലയിലേക്ക് വരെ ശ്രീ VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ വഴി പിഴച്ചു പോയിക്കൊണ്ടിരിക്കും.